എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അർണോസിന്റെ പാട്ടായിട്ടാണ് നമ്മുടെ സ്റ്റാർട്ടായത്. അർണോസ് അടിപൊളിയായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഹെയർ സ്റ്റൈൽ ഉണ്ടാ കണ്ട ഹെയർ സ്റ്റൈൽ ഉണ്ടോ? അതിന് പുതിയ ഹെയർ സ്റ്റൈലാ. 15 മിനിറ്റോളം ഇരുന്ന് ചീർപ്പ് പിടിച്ച് നിന്നിട്ടാണ് ഉണ്ടാക്കിയത്. സാധാരണ ഞാൻ അവന്റെ അമ്മ മുടി വന്നിട്ടുള്ളൂ. ഇന്ന് ആദ്യം 15 മിനിറ്റ് ചീർപ്പൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ വളയ്ക്കുന്നു, അങ്ങോട്ട് വളയ്ക്കുന്നു, ഇങ്ങോട്ട് വളയ്ക്കുന്നു. ഹെയർ സ്റ്റൈല് സൂപ്പറായിട്ടാ. ചോദിക്കാ സൂപ്പറായിട്ടോ? ഹെയർ സ്റ്റൈൽ സൂപ്പറാണെങ്കിൽ പറയട്ടാ. നാളെ ഈ ഹെയർ സ്റ്റൈലിനായിട്ട് വരും, അല്ലെങ്കിൽ നാളെ വേറെ ഹെയർ സ്റ്റൈലായിട്ട് വരും. അല്ല അമ്മ അമ്മസിനെ നിന്നിട്ട് പറയാനുള്ള പച്ചന പറഞ്ഞോളൂ. ആ മച്ചനെ പറഞ്ഞ കുട്ടിയാ, നല്ല കുട്ടിയാ, ഈശോയുടെ കുട്ടിയാ. പറയാ അവനെ അവിടുന്ന് ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27. അത് നിനക്ക് എവിടെ കിട്ടിയ? എന്റെ ബുക്കിലുണ്ട്. നിന്റെ ബുക്കിലുണ്ടാ? ലുക്കിലുണ്ട്, ഉൽപ്പത്തിയുണ്ട്. നീ ഉള്ള ബുക്ക് പഠിച്ചേ? അന്നൊന്നും സ്കൂളിൽ പോയിണ്ടായിരുന്നു, എന്നൊന്നും സ്കൂളിൽ പോയില്ല. അവൾക്ക് ഇന്നും ചുമയായിരുന്നു. പിന്നെ പറഞ്ഞാൽ നാളെ മറ്റന്നെ മുടക്കാണല്ലോ. ഒരു ദിവസം മുടക്കെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം റെസ്റ്റ് കിട്ടില്ല. അത് വിചാരിച്ചിട്ട് അവളങ്ങനെ സ്കൂളിൽ വിട്ടില്ല. ഒറ്റയ്ക്ക് പോകണ മടുപ്പുണ്ടായിരുന്നു. ആൻഡ്രോസിന് എഴുതാനുള്ള ബുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ആൻഡ്രോസിന്റെ എഴുത്ത് കാണാൻ ഇനി അതിന്റെ ഒരു വീഡിയോ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അമ്മ വടി പിടിച്ചിരിക്കുന്നു, ആൻഡ്രോസ് എഴുതുന്നു. ഒരക്ഷരം എഴുതുന്നു, 2 അടി കിട്ടുന്നു. അങ്ങനെയാണ് ആൻഡ്രോസിന്റെ എഴുത്ത് വരിക. ഒരു അടി ഫുൾ എഴുത്ത്. അടിയില്ലാത്തൊരു കേസ് നമ്മുടെ അടിയില്ലാണ്ട് എഴുതും. അടിയില്ലാണ്ടായിരുന്നു, ഫുള്ള് ടിവിയിലായിരുന്നു. പഠിച്ച സ്കൂളില് വെറൈറ്റി എന്തെങ്കിലും? വെറൈറ്റി ഒന്നുമില്ല. കമ്പ്യൂട്ടർ പഠിച്ചു. നമ്മളൊക്കെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെയാണ് തോന്നുന്നത് ഈ കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങിയത്. 6ാം ക്ലാസ്, 5ാം ക്ലാസ്, 2ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ഇവർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എടുക്കുന്നുണ്ടായിരുന്നില്ല. എടുത്തുണ്ടായിരുന്നില്ലേ? ഒരു എക്സാം അങ്ങോട്ട് എടുത്തിട്ടുള്ളത്. കംപ്ലൈന്റ് ആയിട്ട് വരും. എടുത്തിട്ടുണ്ടായിരുന്നോ? എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പിന്നെ ഹിന്ദി ഇംഗ്ലീഷൊക്കെ ഇവര് പഠിക്കുന്നത്. ഞാനൊക്കെ 5ാം ക്ലാസ് തൊട്ടാണ് ഈ ഹിന്ദി ഇംഗ്ലീഷൊക്കെ കണ്ടു തുടങ്ങിയത്. ഇംഗ്ലീഷ് 5ാം അങ്ങനെ ഓർമ്മ. ഹിന്ദി 5ലായിരുന്നു. ഹിന്ദിയൊക്കെ 5ലായിരുന്നു. ഹിന്ദിയൊക്കെ UKG തുടങ്ങുന്നുണ്ട് ഇപ്പൊ. ഒക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ തുടങ്ങി. 6ാം ക്ലാസ്സൊക്കെ കൂട്ടക്ഷരം എഴുതാണ്ട് കഴിഞ്ഞാൽ കിളി പോകും. മുമ്പ് പറഞ്ഞു കാക്കിയത് പിന്നെ പറയണ്ടല്ല. പിന്നെ പറഞ്ഞാൽ നമ്മള് ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. അത് ആർമാസാണ് നമ്മളെ പഠിപ്പിച്ചത്. ആർമാസിന്റെ ഇപ്പൊ അത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവന് എടുക്കണം, ഉമ്മ വെക്കണം, തോളത്ത് വെക്കണം, പിന്നെ ഉപ്പും ചാക്ക് എടുക്കണം. അപ്പൊ കുഞ്ഞു കുട്ടികളുടെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടക്കാനായിരിക്കും. അവർക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെ നിർബന്ധിച്ച് എടുത്തോണ്ട് നടക്കും. അത് കഴിഞ്ഞാല്
വലുതാവുന്ന സമയത്ത് അവർക്ക് ആഗ്രഹം ആഗ്രഹം എടുക്കാനായിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ ചീത്ത പറഞ്ഞാൽ നടത്തി. സത്യത്തിൽ എന്താ ചെയ്യണേ, അവരെ ആഗ്രഹം നടത്തണില്ലേ. നമ്മള് അവര് വലുതായി പറഞ്ഞിട്ട് അവർ എടുക്കില്ല. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരനെ എടുക്കണില്ലേ. ഇപ്പൊ ഇങ്ങനെ കൊണ്ടു നടക്കണം, ഇടയ്ക്ക് ഉമ്മ വെക്കണം, ഇടയ്ക്ക് ഉമ്മ വെക്കണം, പിന്നെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം. ചക്കനെ എടുത്തോണ്ട് നടക്കണം. അത് ഭയങ്കര ഇഷ്ടാ. ഒരു സന്തോഷാ. കുഞ്ഞു കുട്ടികളെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇവരെന്നെ എടുക്കണം. പിന്നെ ആർമോസ് എടുത്തു കഴിഞ്ഞാൽ ആംബ്രോസ് വരും. ആംബ്രോസ് കഴിഞ്ഞാൽ അമ്മ വരും. അമ്മേനെ എടുക്കണം. കുഞ്ഞു കുട്ടിയല്ലേ. അതെ, എനിക്കിപ്പോ 3 കുട്ടികളാ. എന്തോന്ന് അപ്പൊ നമ്മളെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 25 height വെച്ചിട്ടുണ്ട്. 25 ഹൈറ്റ് വെച്ചത്. എന്നിട്ടാണോ അമ്മേനെ പപ്പിക്ക് എടുക്കാൻ പറ്റാണ്ടേ? പപ്പയ്ക്ക് പൊന്തണ്ട അമ്മേ. ചില്ലറ വെയിറ്റാ. വയസ്സായി 25 കഴിഞ്ഞ വെയിറ്റ് അല്ല, വെയിറ്റ് 10-20 കിലോ ഉണ്ട്. എനിക്ക് കുഞ്ഞോ. ഓക്കെ, അപ്പൊ നമ്മളെ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വലുതാവുമ്പോഴാണ് അവർക്ക് എടുക്കാനൊക്കെ ആഗ്രഹം. അപ്പൊ സാധിക്കുക, അവർ എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കുക, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മള് മുമ്പെടുത്തൊന്നും അവര് കണക്കിലൊക്കെ ഇല്ല. ഇപ്പൊ അവരെടുക്കുകയാണെങ്കിൽ അവരെടുത്താണെന്നൊക്കെ പിന്നീട് ഓർമ്മിക്കും. ചോറ് കുഴച്ചു കൊടുക്കണം, ചോറ് കുഴച്ചു കൊടുക്കണം. അതിപ്പോ അമ്മയ്ക്കായാലും ചോറ് കുഴച്ചു കൊടുക്കാൻ തന്നെയാണ് ഇഷ്ടം. തിന്നുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് അവർക്ക് ആഗ്രഹങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വലുതായി പറഞ്ഞിട്ട് ഒന്നും ചെയ്തു കൊടുക്കില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ, അവർക്ക് നമ്മളോടുള്ള താല്പര്യം കുറയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മള് കുഞ്ഞുകുട്ടായ സമയത്ത് ചെയ്തു കൊടുത്തൊന്നും അവര് അറിയുന്നില്ല. വലുതായപ്പോ അവര് ചെയ്തു കൊടുക്കാനുള്ള സംഭവം എന്താണ്, അവർക്ക് എന്ത് ചെയ്യണില്ലേ, അവർക്ക് അത് നോക്കി. അപ്പൊ വലുതാകുമ്പോ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോ എന്താണ്ടാവും, അവർക്ക് അത് ഓർമ്മയിലുണ്ടാവും. അപ്പൊ വയസ്സാകുമ്പോ നമ്മളെ നോക്കും, നമ്മളെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നു വിചാരിക്കുന്നു. ഇവരൊക്കെ നാട്ടിലുണ്ടാവും, ആർക്കറിയാം. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ പുറത്തേക്ക് പോകല്ലേ. മൊത്തത്തിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ പോകുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ 8ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പോയി തുടങ്ങും. അപ്പൊ പിന്നെ ഇവരെന്നെ അധികം സമയം കാണാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അർണോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര വയസ്സായി? 7 വയസ്സായി. 10ാം ക്ലാസ് ആകുമ്പോഴേക്കും 10ാം ക്ലാസ് ആവാൻ എത്ര വർഷമാണ്? 8 വർഷം കൂടെ ഉള്ളോ? 8 വർഷം 10ാം ക്ലാസ് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവർക്ക് പാരന്റ്സിനോടുള്ള താല്പര്യമൊക്കെ കഴിയും. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴൊക്കെയാണ് അവർ ഓർമ്മകൾ കൊടുക്കാൻ പറ്റുള്ളൂ. പാരന്റ്സിന്റെ ആ ഓർമ്മകൾ കയറി കഴിഞ്ഞാൽ വയസ്സാകുമ്പോ തിരിഞ്ഞു നോക്കുന്ന വിചാരിക്കാം. ഇനി തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ജനറേഷൻ അങ്ങനെയല്ല പോണേ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറയാനുള്ള നിങ്ങളുടെ മക്കള് എടുക്കാനൊക്കെ ചോദിക്കണമെന്ന് ചെയ്യാം. വലുതായിട്ടും ചോദിക്കണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന വെയിറ്റ് ആണെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ അവരോട് പറയാ വെയിറ്റ് കൂടുതലാണ്, അല്ലാണ്ട് ഇപ്പൊ ചിന്തി ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ബൈ ബൈ. അപ്പൊ നാളെ ഡിസ്ലൈക്ക് ഇടാ, ലൈക്ക് ഇടാ, കമന്റ് ചെയ്യാ, ഷെയർ ഇടാ. അപ്പൊ നാളെ കാണാം. ബൈ.